ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു നോർത്ത് ഇന്ത്യൻ ഡെസേർട്ടാണ്. ബ്രെഡ് വെച്ചിട്ടാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് നെയ്യ്, 2 കപ്പ് പാല്, കണ്ടൻസ്ഡ് മിൽക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് എടുക്കാം, 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ. കസ്റ്റർഡ് പൗഡറിന് പകരമായിട്ട് നമുക്ക് കോൺഫ്ലവർ എടുക്കാം, 1 ടീസ്പൂൺ ഏലക്ക. ഇനി സാഫ്രൺ, ഇത് ഓപ്ഷണലാണ്, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എടുക്കാം. ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പിയിൽ ഇതവർ ചേർക്കാറുണ്ട്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ നട്ട്സ് ഞാൻ ക്രഷ് ചെയ്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഷുഗർ സിറപ്പിന് വേണ്ടി 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് വെള്ളം. ആദ്യം ഈ ബ്രെഡിൻ്റെ സൈഡിലെ ബ്രൗൺ പോർഷൻ കട്ട് ചെയ്ത് മാറ്റണം. ഇനി ഇതിനെ ഡയഗണലി ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കട്ട് ചെയ്ത് മാറ്റാം. ഞാനിപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു അല്പം പാല് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഈ സാഫ്രണിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറിലേക്ക് അല്പം പാൽ ഒഴിച്ചു കൊടുത്ത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് പകരം കോൺഫ്ലവറും എടുക്കാം. ഇപ്പോൾ നമ്മുടെ കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സും റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സും സാഫ്രണും മാറ്റി വയ്ക്കാം. ഇനി ഒരു ഷുഗർ സിറപ്പ് നമുക്ക് പ്രിപ്പയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പഞ്ചസാരയൊന്ന് തിളപ്പിച്ച് അലിയിച്ചെടുക്കാം. ഇതിന് കൺസിസ്റ്റൻസിയുടെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് പഞ്ചസാരയൊന്ന് മെൽറ്റ് ആയത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കിന് പകരം നമുക്ക് പഞ്ചസാരയും എടുക്കാം, പക്ഷേ കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കുമ്പോഴായിരിക്കും എക്സാക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത്. ഇത് നമ്മുടെ മധുരത്തിനനുസരിച്ച് 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ എടുക്കാം. നമ്മൾ മധുരം നോക്കി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കാം. ഏലക്ക ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനി ഇതിലേക്ക് സാഫ്രൺ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊഴിക്കുമ്പോൾ പാലിന് നല്ല മൈൽഡായിട്ടുള്ളൊരു യെല്ലോ കളർ കിട്ടും. ഇനി ഇതിലേക്ക് കോഴ്സായിട്ട് പൊടിച്ചു വെച്ചിട്ടുള്ള നട്ട്സിൽ പകുതി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം കോൺഫ്ലവറും എടുക്കാം. പാല് ചെറുതായിട്ടൊന്ന് തിക്കാവാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചേർക്കുന്നത്. ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല, പാല് നന്നായിട്ടൊന്ന് കുറുകി തിക്കാവുന്നവരെ തിളപ്പിച്ചെടുത്താലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി തിക്കായിട്ട് വരണം. ഇത് തിളച്ച് കുറുകി വരാൻ കുറച്ച് സമയമെടുക്കും. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസസ് നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ബ്രെഡിൻ്റെ പീസസ് 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നെയ്യിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള പീസസും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നെയ്യിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡും ഷുഗർ സിറപ്പും പാലിൻ്റെ മിക്സും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിപ്പോൾ തണുത്തതിന് ശേഷം ഒന്നും കൂടി തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് പാല് വെച്ച് പ്രിപ്പയർ ചെയ്ത തിക്ക് സിറപ്പിൽ 1-2 സ്പൂണ് ഒരു സെർവിങ് ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസസ് ഈ ഷുഗർ സിറപ്പിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഈ ബ്രെഡിൻ്റെ പീസസ് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടി പാൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം.
ഇനി നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മളിത് എപ്പോഴാണോ സെർവ് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ നമ്മളിതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ബ്രെഡ് പാലിൽ അലിഞ്ഞ് പെട്ടെന്ന് സോഫ്റ്റായി പോവും. ബ്രെഡ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുമ്പോഴായിരിക്കും ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടി നട്ട്സ് ഇട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ നമ്മുടെ യമ്മി ഷാഹി തുക്ഡ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ.